നമസ്കാരം. ഇതാണ് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള സൂര്യന്റെ പൊൻകിരണങ്ങളുടെ നിറമുള്ള ആവാരംപൂ. ആവാരംപൂ ഷുഗർ പേഷ്യൻസിനും തൈറോയ്ഡ് പേഷ്യൻസിനും വളരെ നല്ലതാണെന്നാണ് സിദ്ധവൈദ്യത്തിൽ പറയുന്നത്. ഇത് ഷുഗർ ഇല്ലാത്തവർക്കും കഴിക്കാം. കരളിൽ നിന്ന് ഉണ്ടാകുന്ന എൻസൈംസ്, ഇൻസുലിൻ ട്രാൻസ്പെർട്ടൈസ് എൻസൈംസ്, അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവാരംപൂ ഭക്ഷണത്തിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഷുഗർ പേഷ്യൻസിന് ഷുഗർ ലെവൽ കുറയാനായിട്ട് ആവാരംപൂ വഴട്ടി ഉള്ളിയും മുളകും ഒക്കെ ഇട്ട് വഴട്ടി ഉപ്പ് ഇട്ട് ചമ്മന്തിയാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇത് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു കഷ്ണം പട്ട അതിലിട്ട് തിളപ്പിച്ചിട്ട് 10 ആവാരംപൂവിൻ്റെ ഇതളുകളൂടെ ഇട്ട് തിളപ്പിച്ചിട്ട് അത് അരിച്ചു കുടിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് തോരൻ വെക്കാം, കറികളിൽ ചേർക്കാം. ഇങ്ങനെയെല്ലാം ആവാരംപൂ നമുക്ക് ഭക്ഷണമായി ഉപയോഗിക്കാം. അലങ്കാര സസ്യമായ ആവര ഒരു ഔഷധ സസ്യം കൂടിയാണ്. ത്വക്ക് രോഗങ്ങൾ, പ്രമേഹം എന്നിവയുടെ ചികിത്സയ്ക്കായി ആയുർവേദത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് ആവര അഥവാ ആവാരംപൂവ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഈ സസ്യം സാധാരണ വളരുന്നത്. ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും വരണ്ട പ്രദേശങ്ങളിൽ ഈ സസ്യം ധാരാളമായി കാണപ്പെടുന്നു. തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ധാരാളമായി വളരുന്ന ആവാരംപൂവ് കേരളത്തിൽ തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ആവാരംപൂക്കൾ തമിഴ്നാട്ടിൽ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. ഇല, പൂവ്, വിത്ത്, പുറന്തൊലി എന്നിവയാണ് ആവാരത്തിന്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇത് ശരീരം തണുപ്പിക്കുകയും ശുക്ലം വർദ്ധിപ്പിക്കുകയും ഉദരവിരകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അമിത ആർത്തവം, മൂക്കിലൂടെയുള്ള രക്തസ്രാവം, വയറിളക്കം, മലബന്ധം, കുടൽപുണ്ണ്, വന്ധ്യത, ഗർഭാശയ രോഗങ്ങൾ, സന്ധിവാതം, മൂത്രാശയ രോഗങ്ങൾ, ശീഘ്രസ്ഖലനം, വെള്ളപ്പോക്ക്, നേത്രരോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ആവാരംപൂവ് ഫലപ്രദമാണ്. ആവാരംപൂവ് നല്ലൊരു ഫേസ് പാക്ക് കൂടിയാണ്. ഇത് അരച്ച് മുഖത്ത് പതിവായി പുരട്ടിയാൽ മുഖത്തിന് നല്ല നിറവും തിളക്കവും കിട്ടും. ആവാരംപൂ ഉണക്കിപ്പൊടിച്ച് തയ്യാറാക്കുന്ന ഫേസ് പാക്ക് മിക്കവാറും എല്ലാ ചർമ്മ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. ഇത് തൈരിൽ ചാലിച്ച് പതിവായി മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരുവും മുഖത്തെ കറുത്ത പാടുകളും ഇല്ലാതാക്കി മുഖത്തിന് നല്ല നിറവും തിളക്കവും കിട്ടാൻ സഹായിക്കുന്നു. ആവരച്ചെടിയുടെ ഇലയുടെ സത്തിൽ അത്ഭുതകരമായ ആന്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ട്. ചെടിയിൽ അടങ്ങിയിരിക്കുന്ന ഫിനോളിക്, ഫ്ലവനോയിഡുകൾ എന്നിവയുടെ സാന്നിധ്യമാണ് ആന്റി മൈക്രോബിയൽ ഗുണത്തിന് കാരണം. ഈ ആന്റി മൈക്രോബിയൽ ഗുണങ്ങളാണ് ഈ ചെടി ചർമ്മ സംരക്ഷണത്തിനായി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. ആവാരംപൂവ് ഭക്ഷണത്തോടൊപ്പം തോരൻ അഥവാ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാം. ആവാരംപൂവ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ആവാരംപൂവിന്റെ സത്തിന് പാർശ്വഫലങ്ങളൊന്നും തന്നെയില്ല. ഇലകൾ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത് ചില ഫംഗസുകളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. ചെടിയുടെ ഇലയുടെ സത്ത് സ്തനാർബുദം, ശ്വാസനാളത്തിലെ ക്യാൻസർ കോശങ്ങൾ എന്നിവയിൽ പരീക്ഷിച്ചു. രണ്ടിടത്തും ഇത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നതിൽ വളരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉണക്കിയ ആവാരപ്പൂക്കൾ സാധാരണയായി അംല, ഉലുവ, മൈലാഞ്ചി, കറിവേപ്പില തുടങ്ങിയ സസ്യങ്ങൾക്കൊപ്പം ഹെയർ ഓയിൽ ഉണ്ടാക്കാറുണ്ട്. ആവാരംപൂവിന് ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ ഇത് തലയോട്ടിയിലെ അണുബാധകളെ ചികിത്സിക്കാൻ സഹായിക്കുകയും തലയോട്ടിയിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ആവാരംപൂവ് ഫ്രഷായി ലഭിക്കാൻ സാധ്യത കുറവാണെങ്കിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്ന് ഉണക്കിപ്പൊടിച്ച ആവാരംപൂവ് ലഭിക്കും. ന്യൂസ് ബ്യൂറോ, വെല്ലൂർ.